വിധി വരട്ടെ, വിധി വന്നിട്ടാൻ പറയാം. അല്ല, കുടുംബം അവസാന നിമിഷം കുടുംബം ഇപ്പം മാത്രമല്ല, മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊന്നും പുതുതായിട്ട് വരുന്ന ഒരു പ്രശ്നമില്ല. അന്ന് മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിധി വരട്ടെ, വന്നാൽ കൃത്യമായിട്ട് പാർട്ടി നിലപാട് എന്താണെന്ന് വ്യക്തം. അനാവശ്യമായിട്ട് ആളുകളെ പ്രതി ചേർത്തു ഞങ്ങൾ മുമ്പേ പറഞ്ഞതല്ല, ആദ്യത്തെ തന്നെ പറഞ്ഞില്ല. അതിൽ ഓരോ ദിവസം കഴിയുമ്പോൾ മാറ്റി മാറ്റി പറയേണ്ട പല കാര്യമുണ്ട്. കൃത്യമായ നിലപാട് അന്നേ പറഞ്ഞതാണ്. CBI വന്നതോടുകൂടി ആ കേസ് രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമം യഥാർത്ഥം വിജയിച്ചില്ല. അതാണിപ്പോൾ പ്രാഥമികമായ കാര്യം. അവരെന്താണോ ഉദ്ദേശിച്ചത്, ഗൂഢാലോചന നടത്തി CPIM കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു CBIയുടെ കോൺഗ്രസിൻ്റെ നിലപാട്. ആ നിലപാട് തെറ്റാണ് എന്ന് ഇപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ വിധിയുടെ ഭാഗമായി പ്രാഥമികമായി കിട്ടിയ വിവരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇവർക്കാർക്കും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്ന് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ സമസ്ത APK വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇന്ന് പത്രങ്ങളിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമി എതിർപ്പിനോടൊപ്പം സമസ്ത AP വിഭാഗത്തിൻ്റെ ഒരു മുഖമാസികയിൽ വന്നിരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു സ്വാധീനമില്ലാത്തൊരു വിഭാഗമാണ്. പക്ഷേ CPM അവരെ വിമർശിച്ച് അവർക്കൊരു വിസിബിലിറ്റി നൽകുന്നു. അത് CPMന്റെ രാഷ്ട്രീയം, ആ നിലപാട് ശരിയല്ല, അത് സംഘപരിവാറിന് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ആ റിസാലയിലെ ലേഖനത്തിൽ പറയുന്നത്. ഈ വർഗീയവാദികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് അവർ ശത്രുതാപരമായ മനസ്സോടുകൂടി ഒന്നിനെ ഇല്ലാതാക്കി മറ്റൊന്നുണ്ടാക്കാൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വേണ്ട. അത് വളരെ വ്യക്തമായിട്ട് പാർട്ടിക്ക് കാഴ്ചപ്പാടുണ്ട്. ലോകത്ത് മറ്റെല്ലാ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിലോ ഏറ്റുമുട്ടലിലോ ആരെങ്കിലും ഒരാൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും, ലോകത്ത് എവിടെയായാലും. എന്നാൽ വർഗീയ ശക്തികൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. വർഗീയവാദികൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ രണ്ട് ശക്തികളും ശക്തിപ്പെടുക ചെയ്യാം. അത് നല്ലതുപോലെ ധാരണ വേണം. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും രണ്ടും പരസ്പരം ഏറ്റുമുട്ടിയാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ജയിക്കുകയോ ഏതെങ്കിലും ഒന്ന് തോൽക്കുകയോ അല്ല ചെയ്യുക, രണ്ടും പരസ്പരം ശക്തിപ്പെടുക ചെയ്യാം. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയും, ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ഏറ്റുമുട്ടുന്നത് രണ്ടും പരസ്പരം ശക്തിപ്പെടാനാണ്. ആ കാഴ്ചപ്പാട് CPIM വളരെ വ്യക്തമായിട്ട് മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. ഇപ്പോഴും അത് ശരിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഗീയ ശക്തികളെയും എതിർത്തുകൊണ്ടല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഭൂരിപക്ഷ വർഗീയത ഫാസിസത്തിൻ്റെ ഫലപ്രദമായ രീതിയിലുള്ള പ്രയോഗമാണ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് സാധിക്കുന്നതല്ല. പക്ഷേ രണ്ട് വർഗീയതയും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ്, ജനങ്ങളെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്നതാണ്. രണ്ട് വർഗീയ ശക്തികളും പരസ്പരം ശക്തിപ്പെടാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികളെയും എതിർക്കാതെ RSSനെയും BJPയെയും സംഘപരിവാർ വിഭാഗങ്ങളെയും നേരിടാനും സംഘപരിവാർ വിഭാഗങ്ങൾ നേരിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള അതിശക്തിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കാത്തതാണ് മതനിരപേക്ഷ ശക്തികൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടിനെയും എതിരായ അതിശക്തിയായ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ടേക്ക് പോകുക. അതിൻ്റെ പ്രത്യാഘാതം ലീഗിലുണ്ടാവും, അതിൻ്റെ പ്രത്യാഘാതം കോൺഗ്രസിലുണ്ടാവും, അതിൻ്റെ പ്രത്യാഘാതം വിവിധ ജനവിഭാഗങ്ങളിൽ സമുദായ സംഘടനകളിലുണ്ടാവും. ഒരു കാര്യം ഞാൻ മുമ്പ് തന്നെ വ്യക്തമാക്കിയാണ്, ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്, SDPI എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഖ്യാ അനുപാതം വളരെ വളരെ ചെറുതാണ്. പക്ഷേ ആ അനുപാതം കുറവാണെങ്കിലും അവർ ഉയർത്തുന്ന വർഗീയ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണഭോക്താവ് കോൺഗ്രസാണ്. പണം ഞങ്ങൾ തരും.